നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 8 വർഷമായിട്ട് ഒരു കേസിന് വിധി പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് എറണാകുളം ഹൈക്കോടതി തള്ളിയൊരു വാർത്ത വന്നല്ലോ. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ ചില പരാമർശങ്ങൾ കേസിൽ 8ാം പ്രതിയായ ദിലീപിൻ്റെ ആവശ്യം പരിഗണിച്ച് ഒഴിവാക്കുകയും ചെയ്തു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് P. കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെ ഉത്തരവ്. അന്വേഷണം ശരിയായ രീതിയിലാണെന്നടക്കം അഭിപ്രായപ്പെട്ടായിരുന്നു സിംഗിൾ ബെഞ്ച് ആവശ്യം തള്ളിയത്. അന്വേഷണ ഘട്ടത്തിൽ ഇത്തരമൊരു പരാമർശം അനാവശ്യമാണെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ച് ഇതൊഴിവാക്കിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിൻ്റെ വിചാരണ അവസാന ഘട്ടത്തിലാണ്. ഏപ്രിൽ 11 വിചാരണ നടപടികൾ അവസാനിക്കും. കോടതി അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ വിധി പറയും. ഏറിയാൽ ഒരു 2 മാസത്തിനുള്ളിൽ വിധി പറയും. ഇതാണ് നടിയെ ആക്രമിച്ച കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ 2 വർഷം മുമ്പ് സിംഗിൾ ബെഞ്ച് തള്ളിയതാണ്. പക്ഷേ അയാൾ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തു. പക്ഷേ അതിനെ പിന്നെ ദിലീപ് ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയപ്പോൾ വലിയ വാർത്തയാക്കിയിരിക്കുക. ദിലീപിന് തിരിച്ചടി, ദിലീപിന് തൂക്കിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് ചാനലുകളായാലും ശരി, യൂട്യൂബർമാരായാലും ശരി. വാസ്തവം ഇതാണ്. അയാൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുകയും അത് സിംഗിൾ ബെഞ്ച് തള്ളുകയും അയാളത് ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. അയാൾ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തില്ല, അങ്ങ് കളഞ്ഞു. അതിപ്പോൾ എടുത്തു വെച്ച് അവർ തഴഞ്ഞു. പക്ഷേ നമ്മുടെ ചാനലുകൾക്ക് ദിലീപിന് തിരിച്ചടിയെന്ന് എഴുതിയില്ലെങ്കിൽ ഉറക്കം വരില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ SP എന്ന് പറഞ്ഞ് നടക്കുന്ന റിട്ടയർഡ് ഒരു DSP ഉണ്ടല്ലോ, അദ്ദേഹം ഇതുപോലുള്ള കേസുകൾ എടുത്തു വെച്ച് ഇങ്ങനെ അലക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ലക്ഷക്കണക്കിന് പേര് കാണുകയും ഭൂരിപക്ഷം മണ്ടന്മാർ അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും. അയാൾ പറയുന്നത് പൾസർ സുനി ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലിലെ റോഷിപാൽ എന്ന് പറഞ്ഞ ഒരു മച്ചമ്പിയായിട്ടിരുന്ന് കേസിൻ്റെ മൊത്തം വിവരങ്ങൾ സംസാരിച്ചല്ലോ. എൻ്റെ കയ്യിൽ ഒറിജിനൽ ഫോണുണ്ട്, എൻ്റെ കയ്യിൽ ഒറിജിനൽ സിം കാർഡുണ്ട്, പിന്നെ ഞാൻ അതിനു മുമ്പ് ഒരുപാട് നടിമാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ദിലീപ് പറഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ ഈ കഥകളെല്ലാം ദിലീപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രഹസ്യ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് പറഞ്ഞത്. ഏതെങ്കിലും പൊട്ടന്മാരുടെ ചെന്ന് പറഞ്ഞാൽ മതി, റോഷിപാലെ അല്ലെങ്കിൽ മൊട്ട അരുണേ രഹസ്യ ക്യാമറയാണെന്ന്. ആ ക്യാമറ ഷൂട്ട് കണ്ടാൽ കോമൺ സെൻസുള്ള കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിലാവും ഇത് രഹസ്യ ഷൂട്ടൊന്നുമല്ല. ഇത് അരുൺകുമാറും റോഷിപാലും മറ്റേ ഈ പൾസറും പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം കേസാവുമായിട്ട് ഞാൻ പറയുന്നില്ല. ഇവരെല്ലാം കൂടെ ചേർന്ന് ആസൂത്രിതമായി ചെയ്ത ഒരു ചർച്ചയായിരുന്നു അത്. വിശാലമായ ഒരു പാർക്കിൽ ഇവൻ കുറേ ഡയറിയൊക്കെ ആയിട്ട് ഈ പൾസർ മറ്റേ എന്തോ ഒരു ആത്മകഥ ഒരു പുസ്തകം എഴുതാൻ പോകണം. എന്ത് പുസ്തകം എഴുതാൻ പോകണമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ്. എന്തിനാണ് ഈ ചാനലുകൾ ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ റിപ്പോർട്ടർ ചാനലിൽ ഇത് വന്ന ശേഷം മറ്റൊരു ചാനൽ ഈ സാധനം എടുത്തില്ല, അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല. ഇവർക്ക് ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഈ 11-ാം തീയതി കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കരുത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനൽ ഫോണുണ്ട്, എൻ്റെ കയ്യിൽ ഒറിജിനൽ സിമ്മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അത് അന്വേഷിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ ബൈജു പൗലോസൊക്കെ അതിൻ്റെ പിറകെ ഒരു 2 വർഷം പൊയ്ക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചു. ഈ കേസിൽ വിധി പറയണമെന്ന് ഒരാൾക്ക് മാത്രമല്ലേ നിർബന്ധമുള്ളൂ, അത് ദിലീപിനാണ്. അത് സമ്മതിക്കരുത്, വിധി പറയരുത്. നമുക്കിങ്ങനെ തട്ടി എലിയെ പൂച്ച തട്ടിക്കളിക്കുന്ന പോലെ, കൊല്ലുന്നതിന് മുമ്പ് തട്ടിക്കളിക്കുന്നത് പോലെ നമുക്ക് ദിലീപിനെ ഇട്ട് തട്ടിക്കളിക്കാമെന്ന് വിചാരിച്ചത് പൊളിഞ്ഞുപോയി വാസ്തവത്തിൽ. അപ്പോൾ ആ ഒളിക്യാമറയിൽ ഷൂട്ട് ചെയ്തത് ഈ റിട്ടയർഡ് ഈ കോൺസ്റ്റബിൾ മൂത്ത് ഏഡ് മൂത്ത് SI അഡീഷണൽ SI ആയി, അടുന്ന് SI ആയി, അങ്ങനെ ആയി DSP എത്തിയ ആളാണ് ഈ മഹാൻ. അപ്പം ഞാനുമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നല്ല ബന്ധമാണ് പുള്ളിയായിട്ട്. ഞങ്ങൾ ലൈവിൽ പങ്കെടുത്തപ്പോൾ എന്നെ ഒരിക്കൽ അടിക്കാനൊക്കെ വന്നു. അടിച്ചിരുന്നെങ്കിൽ
വിവരം പറഞ്ഞില്ല. കാരണം എൻ്റെ പകുതി പൊക്കെ ഉള്ളു. ഇയാൾ എങ്ങനെ പോലീസ് എടുത്തു എന്നും എനിക്കറിയില്ല. അയാൾ പറയുന്നത് പൾസർ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞതെല്ലാം കോടതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ മാപ്പ് സാക്ഷി വരെ ആകാമായിരുന്നു അത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോയി രാത്രി കാലത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിലിട്ട് ലൈറ്റപ്പ് ചെയ്താണെന്ന് എനിക്കറിയില്ല. രാത്രി ഷൂട്ടാണെങ്കിൽ ലൈറ്റപ്പ് ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് കോടതി കയറി ഞാനാണ് ചെയ്തത്, ദിലീപ് പറഞ്ഞിട്ടാണ് എന്ന് അവൻ കോടതി തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ മാപ്പ് സാക്ഷിയാക്കിയെന്ന് പറയുന്ന ഈ വക്കീൽ ഇപ്പോൾ LLBക്ക് പഠിച്ച് വക്കീലുമായി ഇദ്ദേഹം. അയ്യോ കഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള മനുഷ്യരുടെ കാര്യം. അത് നമ്മൾ എന്താ പറയുക, പറഞ്ഞാൽ കൂടിപ്പോവും എന്നുള്ളതാണ് സത്യം. പൾസർ സുനി എങ്ങനെയാണ് സാറേ മാപ്പ് സാക്ഷിയാകുന്നത് എന്ന് ഒരാളും ചോദിച്ചില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാചകോടി കേട്ട് വിശ്വസിച്ചിരിക്കുക. ഇപ്പോൾ കേസിൽ വാദിഭാഗത്തുള്ള നടിയെ ദിലീപ് 1.5 കോടിക്ക് കൊട്ടേഷൻ നൽകി 10,000 രൂപ അഡ്വാൻസ് നൽകി എന്നതായിരുന്നു കേസ്. ആ ഗൂഢാലോചനയിൽ ദിലീപ് ആണെന്നല്ല പറയണേ. 1.5 കോടി രൂപയ്ക്ക് കൊടുത്തൊരു കൊട്ടേഷൻ, അതും ഈ സംഭവം നടക്കുന്നതിനും 2-3 വർഷം മുമ്പ്. അന്ന് 10,000 രൂപയാണ് അഡ്വാൻസ് കൊടുത്തു. 1.5 കോടിക്ക് 10,000 രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്ന പൊട്ടന്മാർ ഈ ലോകത്ത് ഏതെങ്കിലും ഗുണ്ടകൾ കാണുക. അപ്പോൾ ഞാൻ അതിന് മുൻപും പിൻപുമില്ല, അതിനും ഭാഗത്തായിപ്പോയി. പല നടികളെയും ഇതേപോലെ കടത്തി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയിട്ടുണ്ടെന്നും അതൊക്കെ മറ്റു പലർക്കും വേണ്ടിയായിരുന്നുവെന്നും ഈ കഥകളൊക്കെ ദിലീപിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഒളി ക്യാമറ എന്ന് പറയുന്ന പരസ്യ ക്യാമറയുടെ മുന്നിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം തെമ്മാടിത്തരങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്തിട്ട് ഞാൻ മറ്റതിനു വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ മാപ്പ് സാക്ഷിയാക്കും കോടതി എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ ഒരു നടിയെ ഇവൻ കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയി ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ തെളിവും കൊണ്ട് എനിക്ക് തന്നാൽ അത് കോടതി ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ദിനേശിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവനെ മാപ്പ് സാക്ഷിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ക്രിമിനലുകളുടെ ഒരു പൂക്കാലമായിരിക്കില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജയിലിൽ നിന്നും പുറത്തെത്തിച്ച് ദിലീപിന് അയച്ച കത്തിൽ ദിലീപേട്ടൻ 1.5 കോടി തന്നില്ലേ, 2 കോടി തരാൻ വേറെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 7-8 വർഷമായി. ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, ദിലീപേട്ട നിങ്ങൾ 1.5 കോടി തന്നില്ലെങ്കിൽ 2 കോടി തരാൻ വേറെ ആളുണ്ട്, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ അവരെ 2 കോടി വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാൻ പറയുമെന്ന് കത്തെഴുതിയത് സംസ്ഥാന DGPക്ക് ദിലീപ് കൈമാറിയിട്ടുണ്ട്. ജയിലിൽ നിന്നൊരു കത്തൊക്കെ പുറത്തു പോകണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ പൾസറിനെ പോലുള്ളവർക്ക് സുഖമായിട്ട് ജയിലിലിരുന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കാം, ജയിലിലിരുന്ന് കത്തെഴുതാം, എത്തിക്കേണ്ടടുത്ത് എത്തിക്കാം, ഒക്കെ ചെയ്യാം. ഈ 7-8 വർഷത്തിനിടയിൽ കേസ് അന്വേഷിച്ച ഒരു ഏമാനും എടാ 1.5 കോടി ദിലീപ് തന്നില്ലെങ്കിൽ 2 കോടി തരാമെന്ന് പറഞ്ഞ ആരാ എന്ന് ഈ പൾസർ മച്ചമ്പിയോട് ചോദിച്ചിട്ടേ ഇല്ല. കാരണം പോലീസുകാർക്ക് വേണ്ടപ്പെട്ട മച്ചമ്പിയാണല്ലോ അവൻ. കോടതി ജാമ്യം നൽകുമ്പോൾ പറഞ്ഞ നിബന്ധനകളിൽ എല്ലാം പൾസർ വയലേറ്റ് ചെയ്തിട്ടും ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ കേസ് അന്വേഷിച്ചിരുന്ന ഏമാന്മാരോ സ്വമേധയാ ഫ്ലക്സ്, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഫ്ലക്സ് വച്ചാൽ സ്വമേധയാ കേസെടുക്കുന്ന കോടതിയോ ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. ഒരു ബാറ് കയറി മദ്യം താമസിച്ചതിന് തല്ലിപ്പൊളിച്ചത് മാത്രം മതി പൾസർ ഭാഗത്ത് കിടക്കാൻ. കാരണം ജാമ്യവ്യവസ്ഥയല്ലേ ലംഘിച്ചിരിക്കുന്നത്. റോഷിപാലയെ മച്ചമ്പി എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ നിരവധി നടിമാരെ ഇതേപോലെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഒരു മടിയുമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത് പ്രതി കോടതി അലക്ഷ്യമല്ലേ കാണിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോടതി വേണമെങ്കിൽ അന്വേഷിക്കട്ടെ, പക്ഷേ കേസെടുക്കില്ല. പൾസർ അല്ലല്ലോ ഞങ്ങളുടെ ടാർഗറ്റ്, ദിലീപല്ലേ. ഇതിനിടയിൽ അവൻ 2 പേരെ കുറ്റവിമുക്തരുമാക്കി. അതാണ് രസം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിലും മഞ്ജു വാര്യരോ ശ്രീകുമാർ മേനോനോ ഇല്ല എന്നും അവൻ റോഷിപാലിനോട് പറഞ്ഞു. ഇതൊക്കെ വാല് പൊക്കുമ്പോൾ അറിയാം എന്തിനാണ് ഈ പൊക്കണതെന്ന്. ഉടനെ ശ്രീകുമാർ മേനോൻ ക്യാമറയുടെ മുന്നിലെത്തി. സന്തോഷമായി. വൈകിയാണെങ്കിലും എന്നെ കുറ്റവിമുക്തമാക്കിയല്ലോ. ഇങ്ങനെ കുറ്റവിമുക്തമാക്കാനാണെങ്കിൽ ഇവിടെ എന്തിനാ ഹണി എം വർഗീസിനെയൊക്കെ ജഡ്ജിയായിട്ട് വച്ചിരിക്കുന്നത്? തൻ്റെ പ്രൊമോഷൻ അടക്കം വേണ്ടാന്ന് വെച്ച് 7-8 വർഷമായി ഈ കേസിൻ്റെ നൂലിഴ കീറി പഠിക്കുന്ന അവരൊന്നും വേണ്ട, പൾസർ തന്നെ വിധിയും പ്രഖ്യാപിക്കട്ടെ. എന്ത് കൂളായിട്ട് ശ്രീകുമാർ മേനോനെന്ന് പറയുന്നറിയോ? എന്നെ കുറ്റവിമുക്തമാക്കിയല്ലോ. കോടതിക്കല്ലാതെ ഈ പൾസറിന് ഈ പറഞ്ഞ പോലെ റോഷിപാലിൻ്റെ ക്യാമറയുടെ മുന്നിലിരുന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആളുകളെ പൊട്ടനാക്കുകയാണ്. ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തിയാണെന്ന് റിപ്പോർട്ടർ ചാനലിന് വേണ്ടി മഹാനായ പൾസറിൻ്റെ ഈ അഭിമുഖം എടുത്തത്.
ഏത് കൊച്ചു കുഞ്ഞിനറിഞ്ഞുകൂടെ എൻ്റെ മൊട്ട അരുണേ, ഇത് നിങ്ങൾ പറ്റിച്ചെടുക്കുകയാണ്, പ്രേക്ഷകരെ പറ്റിക്കുകയാണ്, അല്ലാതെ പൾസറിനെ അല്ല പറ്റിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പൾസറിനും അറിയാം. കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന വഴിക്ക് ഹൈക്കോടതിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിൽ മതിൽ ചാടി അന്ന് പൾസർ പോയിരുന്നു. അവിടെ പോയി എന്തോ ഒരു പൊതി ഒളിപ്പിച്ച് വെച്ചു എന്ന് അന്ന് വലിയ വാർത്തയായിരുന്നു. ഇന്ന് വരെ ഈ കേസ് അന്വേഷിച്ച സിംഹങ്ങളാരും ആ വഴി പോയിട്ടേ ഇല്ല. ഇവൻ എന്തിന് മതിൽ ചാടി ആ വീട്ടിൻ്റെ പുറകെ കൊണ്ടുവന്ന് എന്താണ് ഒളിച്ചു വെച്ചതെന്ന് ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല. മാലിന്യം പോകുന്ന ഒരു തോട് കാണിച്ചു കൊടുത്തിട്ട് എന്തൊരു ഗതികേടെന്ന് അടച്ചു നോക്കൂ. ഇവിടെയാണ് ഫോണും സിമ്മും എറിഞ്ഞതെന്ന് യവൻ പറഞ്ഞു. നാറുന്ന വെള്ളത്തിലിറങ്ങി പോലീസുകാർ അവിടെ മുഴുവൻ തപ്പി, ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞവൻ പറഞ്ഞു ഗോശ്രീ പാലത്തിൽ നിന്നും താഴേക്ക് എറിഞ്ഞെന്ന്. നേവിക്കാർ വന്ന് കുറേ തപ്പി, ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ അവൻ പറയുന്നു ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും സേഫായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അവനെ വിളിച്ചു വരുത്തിയോ? വരുത്തില്ല. കാരണം പൾസർ സുനിൽ അല്ലല്ലോ ഞങ്ങളുടെ എയിം. ഞങ്ങൾക്ക് ഏത് വിധേനയെങ്കിലും ഒന്ന് ദിലീപിനെ ചട്ടിയിലാക്കണം. അല്ലാതെ ഈ ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 7-8 വർഷമായി അതിനുവേണ്ടി അലയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരാൾ യവനെ വിളിച്ചു വരുത്തി, അതിൻ്റെ കാര്യമില്ലെന്നേ. അതിവിടെ ഭരിക്കുന്നവർക്കും താല്പര്യമില്ല. ദിലീപ് എങ്ങനെയെങ്കിലും ഇതോടെ തീരണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് എഴുതും, ദിലീപ് പിന്നെയും പൈസ അയച്ചു തന്ന് കാണും, ദിലീപ് സിനിമയ്ക്ക് പുതിയ ഡേറ്റ് തന്ന് കാണും, ദിലീപുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു കാണും എന്നൊക്കെ പറയും. എനിക്ക് പുല്ലേ മാത്രം. പക്ഷേ ഈ കാണിക്കുന്നത് ആരോ ആവട്ടെ, ആരോടും ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. ഏമാന്മാർക്ക് ഫോണും വേണ്ട, സിമ്മും വേണ്ട. 1000 പേരിൽ 5 പേർ വച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പൾസർ പറയുന്നു. 3.5 കോടി ജനമുള്ള കേരളത്തിൽ 1000-ന് ഈ 3.5 കോടിയിൽ എത്ര 1000 ഉണ്ടെന്നോ അതിൽ ഗുണിച്ചാൽ എത്ര, 5 വെച്ച് ഗുണിച്ചാൽ എത്ര പേര് കണ്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രൂരമാണ്. കാരണം ഇവൻ ആ സിമ്മ് വെച്ച് ഞാൻ കേൾക്കട്ടെ, ഒറിജിനൽ സിമ്മിൽ നിന്നാണല്ലോ കോപ്പി എടുത്ത് പോലീസിന് കൊടുത്തത്. അപ്പോൾ ആ കോപ്പി എടുത്ത സ്ഥലം എവിടെ? അന്വേഷിച്ചോ? അന്വേഷിക്കില്ല. അതുകൊണ്ടാണ് ദിലീപ് പറയുന്നത് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന്. CBI അന്വേഷിച്ചാൽ ഈ കേസ് അന്വേഷിച്ച പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുതൽ ഒരുപാട് പേരുടെ ആപ്പീസ് പൂട്ടും, CBI കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പാണ്. അതുകൊണ്ടാണ് ദിലീപ് പറയുന്നത് ഇത് CBI അന്വേഷിക്കണം, മേലിൽ ഇതുപോലൊരു സംഭവം കേരളത്തിലുണ്ടാവരുത്. പക്ഷേ CBI അന്വേഷിക്കാൻ ഈ സർക്കാർ സമ്മതിക്കില്ല, ഈ പറയുന്ന വാദിഭാഗത്ത് നിൽക്കുന്നവരും സമ്മതിക്കില്ല. മുൻപ് ഒരു മരപ്പൊട്ടം പറഞ്ഞത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പിള്ളേരെ സ്ത്രീകളുടെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവിടെ ഈ നടിയെ ആക്രമിച്ച സിം ഇട്ട് കാണിച്ച് പിള്ളേരെ പഠിപ്പിച്ചു എന്നാണ് ഒരു പൊട്ടം പറഞ്ഞത് ചാനലുകളിൽ. അവനെ ചാനലുകാർ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. കാരണം ഇതുപോലെ വങ്കത്തനം പറയാൻ ഒരു പൊട്ടം വേണമല്ലോ. എന്നിട്ട് അവൻ പറഞ്ഞു കാനഡയിൽ ഇത് കണ്ട ആളുണ്ട്, കാനഡയിൽ ഒരാളിൻ്റെ കയ്യിൽ സിമ്മുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ എറണാകുളത്ത് ഈ സിം എത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വർഷം 7 8 ഈ സിമ്മിനെ പറ്റി ഈ മരപ്പൊട്ടൻ ഇപ്പോഴും ചർച്ചയ്ക്കൊക്കെ വരുമല്ലോ, വിളിച്ച് എടാ നീ അന്ന് ഈ ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ കുറേ വങ്കത്തരങ്ങൾ പറഞ്ഞില്ലേ, ആ സിം എവിടെ എന്ന് കേട്ടോ? ഒരാളും ചോദിച്ചില്ല. അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ച് കാനഡയിൽ ആരുടെ കയ്യിലാണ് സിമ്മുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്, അയാളുടെ ഫോൺ നമ്പർ തരൂ എന്ന് ചോദിച്ചോ? ചോദിക്കില്ല. ഒറിജിനൽ ഫോണും സിമ്മും എൻ്റെ ഉണ്ടെന്ന് 1-ാം പ്രതി പരസ്യമായി പറയുമ്പോൾ അതിജീവിത തൻ്റെ കാതിൽ കമ്മലിടാത്ത പ്രഗത്ഭ വക്കീലിനെ കൊണ്ട് ഇക്കാര്യം കോടതിയിൽ അറിയിക്കണ്ടേ? ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും പൾസർ അളിയൻ്റെയിലുണ്ട് എന്നിതാ അയാൾ തന്നെ പറയുന്നു ക്യാമറയുടെ മുന്നിൽ. നിങ്ങളത് കോടതിയിൽ മെൻഷൻ ചെയ്യൂ എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഈ നാഴിക്ക് 40 വട്ടം എല്ലാ ചാനലിലും വന്നിരുന്ന് വാചകമടിക്കുന്ന ഈ കേസ് തോറ്റു, എന്നാലും ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുമെന്നൊക്കെ വാചകമടിക്കുന്ന ഈ വക്കീൽ സ്ത്രീ കോടതിയിൽ ഹണിയം വർഗീസിനോട് പറഞ്ഞോ ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും ഉണ്ടെന്ന് ആ പൾസർ പറയുന്നു? പറയില്ല. കോടതിയിൽ അറിയിക്കില്ല എന്നുള്ളതാണ് സത്യം. വിധി വരും മുമ്പേ കേസിൽ ഞങ്ങൾ തോൽക്കുമെന്ന് അടിച്ചു പറയുന്ന നല്ല പെർഫെക്റ്റ് വക്കീലാണല്ലോ ഈ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ വരുന്നത്. അവർക്ക് ചാനൽ പ്രാണവായു ആവുമ്പോൾ ഈ കേസ് അന്വേഷിക്കാനും കേസിന് വേണ്ടി കോടതിയിൽ വാദിക്കാനൊന്നും സമയം കാണില്ലെന്നേ. മാപ്പ് സാക്ഷിയായാൽ ഈ കേസിൽ നിന്നും 1-ാം പ്രതിക്ക് രക്ഷപ്പെടാമെന്നാണ് മറ്റേ റിട്ടയർഡ് DSP പറയുന്നത്. ഗൂഢാലോചനയുടെ കാര്യം, കൊട്ടേഷൻ എടുത്ത കാര്യം, ആരെയെല്ലാം ചേർത്താണ് ഈ ക്രൈം നടത്തിയത്, സത്യസന്ധമായി കോടതിയിൽ പറഞ്ഞാൽ മാപ്പ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന്. അതായത് എന്തിനാണ് ഗൂഢാലോചന നടത്തിയത്,
കൊട്ടേഷൻ എന്തിനാണ് എടുത്തത്, ആരെല്ലാം ചേർന്നാണ് ഈ ക്രൈം നടത്തിയത്, ഇതെല്ലാം സത്യസന്ധമായിട്ട് ഈ സത്യസന്ധനായതുകൊണ്ടേ സത്യവാനായതുകൊണ്ട് പൾസർ പറഞ്ഞാൽ മതി എന്നാണ് ഈ DSP പറയുന്നത്. ഈ കേസിൽ പൾസർ ഈ വഴി ഉപയോഗിക്കാത്തതിലാണ് DSPക്ക് കുണ്ഠിതം. അതുകൊണ്ട് ജീവപര്യന്ത തടവിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 9 വർഷം തടവ് ഇതുവരെ അനുഭവിച്ചു അയാൾ. അപ്പം ബാക്കി 14 വർഷത്തിൽ 9 പോയിട്ട് ബാക്കി 5 വർഷം കൂടി അകത്ത് കിടക്കേണ്ടി വരുമെന്ന് ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ എന്താ പറയുക, നല്ല നടപ്പൊക്കെ ഉണ്ടെങ്കിൽ ജാമ്യത്തിൽ വിടുമെന്ന് പറഞ്ഞു. പിന്നെ നല്ല നടക്കാൻ പറ്റിയ ആളല്ലേ, കക്ഷിയല്ലേ. കാണുന്ന നടിമാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ വേണ്ടാത്തതൊക്കെ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വാങ്ങിച്ച് വിയർക്കാതെ തിന്ന് നടക്കുന്ന ചെറുക്കനെ നല്ല നടപ്പ് ജയിലിൽ നടന്നാൽ 14 വർഷമാകുമ്പം പുറത്തു വരാമെന്നാണ് പറയുന്നത്. ദിലീപിൻ്റെ വക്കീൽ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞത് ലേറ്റായിപ്പോയി എത്രയെന്നാണ് പറയുന്നത്. ലേറ്റൊന്നും ആയില്ല, വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. നിങ്ങൾക്കത് അറിയില്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ. വർഷങ്ങൾക്ക് മുമ്പാണ് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ചിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുത്തത്. ദിലീപ് മെനഞ്ഞാന്ന് കൊണ്ടുപോയി കൊടുത്തു എന്ന പോലെയാണ് ഇയാൾ പറയുന്നത്. CBI അന്വേഷണത്തിന് അപേക്ഷ കൊടുത്തത് സിംഗിൾ ബെഞ്ച് തള്ളിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 വർഷം കഴിഞ്ഞതോ, ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ 2 വർഷമായി ആ ഫയൽ തൊട്ടില്ല എന്നതോ, ഈ കേസ് ദിലീപ് കളഞ്ഞിട്ട് വർഷം 3 കഴിഞ്ഞു എന്നോ ഈ റിട്ടയർഡ് ഏമാൻ അറിയില്ല. ഒരു ഗുണവും പൾസറിനോ ദിലീപിനോ ഈ ക്യാമറ വെളിപ്പെടുത്തൽ കൊണ്ട് ഉണ്ടാവില്ല എന്നും ഈ റിട്ടയർഡ് ഏമാൻ തന്നെ പറയുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞു. ഇങ്ങനെ പരസ്യമായിട്ട് ദിലീപ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ, ദിലീപ് പറഞ്ഞെന്ന് പറഞ്ഞാണല്ലോ കേസ്. ഇനി ഒരിക്കൽ കൂടെ വന്നിരുന്ന് റോഷി പാൽ മച്ചമ്പീര് മുമ്പ് ഇരുന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൊട്ട അരണിന് വേണ്ടി പറഞ്ഞാൽ ഇതൊന്നും വില പോവില്ല. സുകുമാരക്കുറുപ്പിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിടിച്ച മഹാനാണ് നമ്മുടെ ഈ റിട്ടയർഡ് പോലീസ് ഓഫീസർ. ഈ ക്യാമറ അഭ്യാസം എന്തിനായിരുന്നു? ഏപ്രിൽ 11 കോടതി അടയ്ക്കും. അതിനു മുമ്പ് ഈ കേസ് തീരരുത് എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ക്യാമറയുടെ മുന്നിൽ പൾസറിനെ കൊണ്ടിരുത്തി രഹസ്യമായി ഷൂട്ട് ചെയ്യുന്ന പോലെ പരസ്യമായി ഷൂട്ട് ചെയ്തത്. ഒറിജിനൽ ക്യാമറയും ഒറിജിനൽ സിമ്മും എൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്തയാക്കി വിവാദമാക്കി കേസ് വീണ്ടും അന്വേഷിപ്പിക്കാനായി നീട്ടാമെന്ന് ഏതോ മൊട്ട ബുദ്ധിയിൽ നിന്നാണ് അത് പുറത്തു വന്നത്. 5-10 ലക്ഷം ഇട്ടുകൊടുത്താൽ എന്തും ചെയ്യുന്ന പൊട്ടനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിച്ചാൽ വിധി പറയില്ലല്ലോ, നമുക്കതല്ലേ ആവശ്യം. സത്യസന്ധമായി ഞാനൊരു കാര്യം പറയാം, നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കേരളത്തിലുള്ളൂ, അത് നമ്മുടെ ദിലീപ് മാത്രമാണ്. ബാക്കിയായവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അതിജീവിതയ്ക്കുണ്ടോ, അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ, ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ ഈ കേസ് സത്യസന്ധമായി എത്രയും പെട്ടെന്ന് വിധി പറയണമെന്ന്? ഇല്ല, ഇവർക്ക് ആർക്കും ഒരാഗ്രഹവുമില്ല. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ അന്നത്തെ DGP ആയിരുന്ന TP സെൻകുമാർ എന്താണ് പറഞ്ഞത്? തൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ ഈ കേസിൽ കുരുക്കാവുന്ന ഒരു തെളിവോ ഒരു വരിയോ ഇല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. മറന്നോ? അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോയെങ്കിലും TP സെൻകുമാർ എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും തലസ്ഥാനത്ത് ജീവിച്ചിരിക്കുകയല്ലേ. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ മുന്നിൽ വന്ന ഒരു ഫയലിലും ദിലീപിനെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു വരി പോലും ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ്. ഈ കേസ് തുടങ്ങുമ്പോഴും ഇന്നും മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി എന്താ പറഞ്ഞത്? നടിയെ ആക്രമിച്ച കേസിലെ മുഴുവൻ പേരെയും അഴിക്കുള്ളിലാക്കി എന്നല്ലേ. ഇനി ഈ കേസിൽ മറ്റൊരാളില്ല എന്നും അദ്ദേഹം പരസ്യമായി സംസാരിച്ച ആളാണ്. TP സെൻകുമാർ പെൻഷനായതിൻ്റെ പിന്നാലെ ലോക്നാഥ് ബെഹ്റ DGP ആയി. അദ്ദേഹത്തെ മറികടന്ന് ADGP ആയ മഹതി എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട് സാർ, അറസ്റ്റ് ചെയ്യട്ടെ എന്നൊരു മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ തെളിവെല്ലാം ഉണ്ടോ? ഉണ്ട്, എന്നാൽ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുമോ? അറസ്റ്റ് ചെയ്തോളാം പറയും. അറസ്റ്റ് ചെയ്ത് 88 ദിവസം അകത്തിട്ടു. വർഷം 8 ആകാൻ പോകുന്നു. എന്തായി തെളിവ്? ഞാൻ തരാം തെളിവെന്ന് ഇപ്പോൾ 1-ാം പ്രതി തന്നെ പറയുന്നു. 8 വർഷം എടാ പൊട്ടന്മാരെ, നിങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടാത്ത തെളിവ് ഞാൻ തരാം. ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ സുരക്ഷിതമായി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ തെളിവുകളൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയെ പറ്റിക്കാമോ ADGP? പറ്റിച്ചു. ഒറിജിനൽ ഫോൺ വേണമെങ്കിലും ഞാൻ തരാം, ഒറിജിനൽ സിമ്മ് വേണമെങ്കിലും ഞാൻ തരാം എന്നാണ് അയാൾ പറയുന്നത്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ അദ്ദേഹത്തെ ഉപദേശിക്കാനിരുത്തിയിരിക്കുന്ന P ശശി സഖാവോ കേസ് അന്വേഷിച്ച മഹാനെ വിളിച്ച് എന്തോ ആടെ ഇത് എന്ന് തിരക്കിയോ? തിരക്കണ്ടേ? ബൈജു പൗലോസിനോട് ചോദിക്കണം, ഇതെന്തായി പറയണേ? താൻ 8 വർഷത്തെ കാലം ഇതിൻ്റെ പുറകെ നടന്നിട്ട്, ദിലീപിൻ്റെ പുറകെ നടന്നിട്ട് ഈ ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും എൻ്റെ സുരക്ഷിതമാണെന്ന് പൾസർ പറയുന്നു. നീ എന്ത് അന്വേഷിച്ചു, എന്ത് കോപ്പ് അന്വേഷിച്ചു എന്ന് ചോദിക്കണ്ടേ?
ചോദിക്കില്ല. ഒറിജിനൽ സിം അന്വേഷിച്ച് കാവ്യമാധവൻ്റെ ബ്യൂട്ടിക്കിൽ വരെ തപ്പിയ ഏമാന്മാർക്ക് ഒന്നാം പ്രതി എൻ്റെ കൈവശമുണ്ട് എന്ന് ഓൺ ക്യാമറയിൽ പറഞ്ഞപ്പോൾ ചോദിക്കാനൊരു വൈക്ലഭ്യം. അയ്യോ, ഇവിടെ കാവ്യമാധവൻ്റെ അമ്മ നടത്തുന്ന ബ്യൂട്ടിക്കിൽ ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് പോലീസ് കയറി ഇറങ്ങുന്ന കണ്ടപ്പോൾ ഇവിടുത്തെ ചാനലുകളെല്ലാം ക്യാമറയും കൊണ്ട് നടന്നിട്ട് കാവ്യമാധവൻ്റെ അമ്മയാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പരിപാടികളാണ്. മാഡം എന്ന് പറയുന്നത് കാവ്യമാധവൻ്റെ അമ്മയാണ്, അവരുടെ കയ്യിൽ ഒറിജിനൽ സിം ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ പൾസർ അളിയൻ പറയുന്നു ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന്. വേറൊരുത്തൻ ഡേറ്റ് നൽകാത്ത കലിപ്പ് തീർക്കാൻ പറഞ്ഞല്ലോ. ദിലീപ്, അനുജൻ അനൂപ്, അളിയൻ സൂരജ്, കാവ്യമാധവൻ, സഹോദരി ദിലീപിൻ്റെ സഹോദരി, മകൾ മീനാക്ഷി, അമ്മ എല്ലാവരും കൂടി ഇരുന്ന് സ്ക്രീനിൽ, വലിയ സ്ക്രീനിലിട്ട് ഈ നടിയെ ബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നത് അവരെല്ലാവരും കൂടി ഇരുന്ന് കാണുന്നത് ഞാൻ കണ്ടു എന്നൊരു സംവിധായകൻ പറഞ്ഞല്ലോ. എടാ, ഞാൻ ചോദിക്കുന്നത് അമ്മയും പെങ്ങളും ഭാര്യയും മകളും അനിയനും അളിയനും പിന്നെ പുറത്തുനിന്ന് വന്ന ഈ പൊട്ടനെയും കൂടി ഇരുത്തി കാണാൻ തിരുവിളയാടൽ സിനിമയല്ലല്ലോ ഈ സിമ്മിലുള്ളത്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ദിലീപിൻ്റെ വീട്ടിൽ എത്ര ദിവസമാണ് 10 ദിവസമായിട്ടാണ് ദിലീപിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയത് ഈ ടി വിയിലെ ദൃശ്യങ്ങൾ കണ്ടത് തെളിവെടുക്കാനായിട്ട്. കോമൺ സെൻസുള്ളൊരു പോലീസ് ഓഫീസറാണെങ്കിൽ ചെയ്യുമോ? വന്ധ്യവയോധികയായ ചെവി പോലും കേൾക്കാൻ കഴിയാത്ത ഒരു പാവം അമ്മ, 88 വയസ്സായ അമ്മ, പിന്നെ ദിലീപിൻ്റെ മകള്, ദിലീപിൻ്റെ ഭാര്യ, ദിലീപിൻ്റെ സഹോദരി, ദിലീപിൻ്റെ അളിയൻ, ദിലീപിൻ്റെ അനിയൻ എല്ലാവരും കൂടി ഇരുന്ന് ഈ വൃത്തികെട്ട സിം കണ്ടു എന്ന് പറഞ്ഞാൽ അന്ന് ഈ ചെറുക്കനെ പിടിച്ച് ഈ പറഞ്ഞ സംവിധായകൻ എന്ന് പറഞ്ഞ് നുണ പറയാൻ വന്നവനെ പിടിച്ച് ഡേറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കള്ളം പറയാൻ വന്നവനെ പിടിച്ച് അകത്തിട്ടുണ്ടേ. പക്ഷേ ചെയ്യില്ല. കാരണം ദിലീപിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയ മഹാന്മാർക്ക് ഒറിജിനൽ എൻ്റെ കൈവശമുണ്ട്, കടന്നു വരൂ എന്ന് ഒന്നാം പ്രതി പരസ്യമായി പറഞ്ഞിട്ടും അനക്കമില്ലാത്തത് അതുകൊണ്ടാണ്. നികേഷ് കുമാർ പിച്ചക്കാരനായിരുന്ന കാലത്ത് റിപ്പോർട്ടർ ചാനലിൽ ജീവൻ വെടിയാതെ അന്ത്യശ്വാസം വലിച്ച് കിടന്നത് നടിയെ ആക്രമിച്ച കേസുകൊണ്ടാണെന്ന് ആര് നിഷേധിച്ചാലും നികേഷ് നിഷേധിക്കാൻ സാധ്യതയില്ല. എത്ര കാലം നികേഷും ഒരു പെണ്ണും പിള്ളയും കൂടി ദിലീപ് വധം നടത്തി എന്തെല്ലാം വഴിവിട്ട കളികൾ ഇക്കാലത്ത് റിപ്പോർട്ടർ നടത്തി. നികേഷ് മുതലാളി വിറ്റുപോവുകയും മറ്റൊരു മുതലാളി സംഘം ഏറ്റെടുക്കുകയും ചെയ്തു റിപ്പോർട്ടറിനെ. ഞാൻ വിചാരിച്ചു അതോടെ ഇത് തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ എന്ത് പറ്റി? 24-ലുണ്ടായിരുന്ന മൊട്ട അരുണ് പുതിയ റിപ്പോർട്ടർ മുതലാളിമാരുടെ ചാനലിലേക്ക് വന്നു. അവിടെയും ദിലീപിൻ്റെ കഷ്ടകാലം മാറുന്നില്ല. റിപ്പോർട്ടറിലേക്ക് വന്ന മൊട്ട 24-ലായിരുന്നപ്പോൾ ഈ കേസിൽ പിടിച്ച് 24 തരം എത്ര തരം വാർത്തകൾ സൃഷ്ടിച്ചു. അതിൻ്റെ തുടർച്ചയായാണ് പൾസറിൻ്റെ കുമ്പസാര റിപ്പോർട്ടിൽ വരുന്നത്. അത് കണ്ട അതിജീവിത കൊച്ചിൻ്റെ ഏതോ ഒരു ബന്ധു FBയിൽ കുറിച്ചത് ജീവൻ മരണ പോരാട്ടം നടത്തി പൾസറിനെ കൊണ്ടെല്ലാം തുറന്നു പറയിച്ച റിപ്പോർട്ടറിന് നമോഭാഗം എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റ് ഇട്ടതും മൊട്ട അരുണാണ് സാധ്യത. കാരണം മൊട്ട അരുൺ ഈ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. മൊട്ട അരുണിൻ്റെ ആവേശം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 24 ഈ റിപ്പോർട്ടറിൽ ഇപ്പോൾ ഈ സ്റ്റോറി വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. സത്യസന്ധനായ പത്രപ്രവർത്തനാണ്. മലയാളികളെ ഇങ്ങനെ പറ്റിക്കാമോ എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ചോദിക്കേണ്ട കാലം വരും എന്നാണ് ഈ ചിത്രീകരണ നാടകം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. MT സാർ മരിച്ചുപോയ വിടവ് നിർത്താൻ റിപ്പോർട്ടറിലെ പഴയ ഒരു കുഴുത്തുരുമ്പ് ഒരുത്തമുണ്ടായിരുന്നല്ലോ, എന്തോ ഹൈദ്രോളി, അതിൻ്റെ പിന്തുടർച്ചക്കാരനായി വന്ന ഒരു മഹാനാണല്ലോ ഇപ്പോൾ ഈ പുസ്തകം എഴുതാൻ പോണത്, റോഷിപ്പാൽ. അതിന് ചില സംശയങ്ങൾ തീർക്കാൻ ഗുരുവായി പൾസറിനെ കൂട്ടിയത്രേ. പൾസർ സംശയങ്ങളെല്ലാം ഒറ്റയടിക്ക് തീർത്തു കൊടുത്തു. അത് വെച്ച് ഒരു നാൾ മുഴുവൻ റിപ്പോർട്ടർ ചാനലിൽ മൊട്ട അരുണിൻ്റെ അട്ടഹാസമായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ളയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും K ബാലകൃഷ്ണന് ശേഷം ധീരനായ ഒരു പത്രപ്രവർത്തകനായി മൊട്ടയുടെ തേരോട്ടം. ഈ മൊട്ട അരുൺ നടി ആക്രമിച്ച കേസിലെ പെൺകുട്ടിയുടെ ആരാണ്, ബന്ധം എന്താണ് എന്ന് അന്വേഷിച്ചാൽ ഈ അവിശുദ്ധ നാടകം കർട്ടനിടാം. മൊട്ടയുടെ വിചാരം ഞങ്ങൾ തമ്മിലുള്ള ബന്ധുത്വം ഞങ്ങൾക്കേ അറിയൂ എന്നാണ്. ജീവൻ വെടിഞ്ഞും ഒന്നാം പ്രതിയെ കൊണ്ട് എല്ലാം പറയിച്ചില്ലേ? ആര്? ഈ മൊട്ട അരുണും ഈ റോഷിപ്പാലും കൂടെ പറയിച്ചില്ലേ എന്നാണ് കേൾക്കുന്നത്. മൊട്ട, പൾസർ, റോഷിപ്പാൽ ഇവരുടെ ഒരു മാസത്തെ സിമ്മുകൾ പരിശോധിച്ചാൽ ഈ കച്ചവടം പൂട്ടും. പക്ഷേ മൂവരും വേറെ വേറെ സിമ്മുകളിൽ നിന്നാവും സംസാരിച്ചത്. കഥയും തിരക്കഥയും ഉണ്ടാക്കിയത് എന്ന് ഉറപ്പാണ്. അല്ലാതെ അവരെ ഒറിജിനൽ ഫോണിൽ നിന്നൊന്നും ഒരിക്കലും സംസാരിക്കില്ല.
എന്നാലും 100% വേണ്ട, 50% സത്യസന്ധനായൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഈ അവിഹിത കച്ചവടം പൂട്ടാനാവും എന്ന് ഞാൻ ഉറപ്പ് പറയും. നടി ആക്രമിച്ചതിൻ്റെ പുസ്തകം എഴുതാൻ പോയാണത്രേ ഈ റിപ്പോർട്ടർ. സദ്ഗുണസമ്പന്നായ ഉത്തമ പുരുഷൻ പൾസർ മഹാത്മാവിനെ പറ്റിയാണോ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം? നടി അനുഭവിച്ച വേദനയുടെ കണ്ണീരിൽ കുതിർന്ന കഥയാണോ പുസ്തകം? നടി ആക്രമണ കേസിൽ 7 പ്രതികളെ പൂട്ടിയ ശേഷം ജയിലിൽ നിന്നും മൊബൈൽ ഫോണിൽ ദിലീപിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ നാദിർ ഷായെ വിളിച്ച് 1.5 കോടി തന്നില്ലെങ്കിൽ 2 കോടി തരാൻ വേറെ ആളുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയ ക്രൈം ത്രില്ലറാണോ റോഷിപാൽ എഴുതുന്ന പുസ്തകം? എന്നെ കാശ് ചോദിച്ച് ജയിലിൽ കിടത്തിയ പ്രതി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സംസ്ഥാന DGPക്ക് ഫോണിൽ വന്ന വോയിസ് അടക്കം പരാതി കൊടുത്തപ്പോൾ ചില സംശയങ്ങൾ തീർക്കാൻ വിളിച്ചു വരുത്തി ജയിലിലിട്ട കോമഡിയാണോ ഈ റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം? ശമ്പളം കിട്ടാത്തതിനാൽ ജോലിക്കാർ ഇട്ടെറിഞ്ഞു പോയ കാരണം ചാനൽ പൂട്ടാറായപ്പോൾ വർഷങ്ങളോളം ഹാർമോണിയ പെട്ടിയും കോട്ടും ഒക്കെയായി നികേഷ് മുതലാളി ഉണ്ടയില്ല വെടിവെച്ച് ചാനലിൻ്റെ ജീവൻ നിലനിർത്തിയ കഥയാണോ ഇനി റോഷിപാൽ എഴുതാൻ പോകുന്ന പുസ്തകം? ഈ പറഞ്ഞ കഥകളിലൊന്നും പൾസറിൻ്റെ വിശദീകരണം ആവശ്യമില്ലല്ലോ റോഷിപാലെ. എന്നെ തട്ടുമെന്ന് ദിലീപ് കോടതിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ജഡ്ജിക്ക് പരാതി കൊടുത്ത ശേഷം പിന്നെയാണ് അറിയുന്നത് ഈ പരാതി കൊടുത്ത ദിവസം ഈ കേസ് കോടതിയിൽ വന്നിട്ടില്ല എന്നും കാക്കിയിട്ട ഏമാനും ദിലീപും ആ ദിവസം കോടതിയിൽ വന്നിട്ടില്ല എന്നും തെളിഞ്ഞു. അതും വേണമെങ്കിൽ ഒരു കോമഡി പുസ്തകമാക്കാവുന്ന സബ്ജക്റ്റാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കള്ളം എഴുതി കൊടുക്കുകയാണ്. എന്നെ കോടതിയിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ദിലീപ് എന്ന് ഭീഷണിപ്പെടുത്തി, ഇത്രാം തീയതി ഭീഷണിപ്പെടുത്തി. അന്വേഷിച്ചപ്പോൾ അറിയുന്നു പറയുന്ന ദിവസം കോടതിയിൽ ദിലീപും വന്നിട്ടില്ല, ഈ പോലീസ് ഓഫീസർ വന്നിട്ടില്ല. കാരണം അന്ന് കേസില്ലായിരുന്നു. പൾസർ സുനിയുടെ ഞാൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് തുറന്നു പറച്ചിൽ സ്ട്രിങ് ഓപ്പറേഷനിലൂടെ ഒരു ചാനൽ ചിത്രീകരിച്ചത്രേ. സ്ട്രിങ് ഓപ്പറേഷൻ റിട്ടയർഡ് SP വെളിപ്പെടുത്തലാണ്. പറഞ്ഞുറപ്പിച്ച 1.5 കോടിയിൽ 70 ലക്ഷം കിട്ടിക്കഴിഞ്ഞു എന്നാണ് റിട്ടയർഡ് SP പറയുന്നത്. ബാക്കി 80 ലക്ഷം കിട്ടാനുണ്ട്. ആവശ്യത്തിന് കുറേശ്ശെയാണ് പൾസർ വാങ്ങാറ്. ദിലീപിനെ പിടിച്ച് 88 ദിവസം അകത്ത് കെട്ടിയിട്ട് ഇതുവരെ 70 ലക്ഷം തവണ വ്യവസ്ഥയിൽ വാങ്ങിച്ചത്. ഇനി 80 ലക്ഷം തവണ വ്യവസ്ഥയിൽ വാങ്ങിക്കുമെന്നാണ് ഈ DSP പറയുന്നത്. ട്രയൽ കോടതിയിൽ പറയാത്ത കാര്യങ്ങളാണ് ചാനൽ കോടതിയിൽ ഇപ്പോൾ പൾസർ പറഞ്ഞിരിക്കുന്നത്. എത്ര രൂപ വാങ്ങി എന്ന സംശയം ചോദിക്കാനായിരിക്കുമോ റോഷിപാൽ പോയത് എന്നാണ് എനിക്ക് സംശയം. പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് പൾസർ ചാനലിൽ പറഞ്ഞതെന്നാണ് റിട്ടയർഡ് DSP പറയുന്നത്. 10,000 രൂപ 10 വർഷം മുമ്പ് 1.5 കോടിക്ക് ഒരു കൊട്ടേഷൻ അഡ്വാൻസ് നൽകിയെന്നാണ് പൾസർ പോലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നു 70 ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയെന്ന്. ഇവൻ ഈ 10,000 രൂപ വാങ്ങിച്ചത് ഈ സംഭവം നടക്കുന്നതിന് 2 വർഷം മുമ്പാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞാൻ 70 ലക്ഷം ഇതുവരെ വാങ്ങിച്ചെന്ന്. ആര് തന്നു, ആര് വാങ്ങി, എവിടെ വച്ച്, എന്നുള്ളതിന് ചോദ്യമില്ല. തൻ്റെ കുടുംബജീവിതം തകർത്തതിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണ് ഈ പെൻഷൻ പറ്റിയ ഓഫീസറും പറയുന്നു. അതുകൊണ്ടാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തത്. അയാളുടെ കുടുംബജീവിതം തകർത്തു എന്നാണ് പറയുന്നത്. 2017 ഈ സംഭവം നടക്കുന്നതിനും 2 വർഷം മുൻപാണ് ദിലീപ് 10,000 രൂപ അഡ്വാൻസ് കൊടുത്തതെന്ന് കേസിൻ്റെ ആരംഭത്തിൽ തന്നെ പൾസർ പറഞ്ഞിട്ടുണ്ട്. 2015 മഞ്ജു വാര്യരാണ് ദിലീപിൻ്റെ ഭാര്യ. അപ്പോൾ കുടുംബം എപ്പോഴാണ് തകർന്നത്? ഈ കുടുംബം തകർന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ കൊടുത്തു എന്നല്ലേ പറയണേ. പക്ഷേ ഇവൻ 10,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു എന്ന് പറയുന്ന വർഷം ആ കാലത്ത് മഞ്ജു വാര്യർ ദിലീപിൻ്റെ ഭാര്യയാണ്. 9 പ്രതികളുണ്ടെന്നാണ് DSP പറയുന്നത്. അദ്ദേഹം കണക്ക് തെറ്റി, ഒന്നുകൂടെ കൂട്ടി. ആരെയാണെന്ന് ഇനി അദ്ദേഹത്തിനായിട്ട് ചേർത്താണോ പറയണമെന്ന് എനിക്കറിയില്ല. 1-ാം പ്രതി പൾസറും 9-ാം പ്രതി ദിലീപും എന്ന് അദ്ദേഹം അടിച്ചു പറയുന്നു. 8-ാം പ്രതിയാണ് ദിലീപ്. എൻ്റെ അറിവിൽ 7 പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരും ദിലീപ് ഗൂഢാലോചന കുറ്റത്തിലെ പ്രതിയുമാണ്. ഈ DSP പ്രസ്താവിച്ചിരിക്കുന്നു 9 പേർക്കും ജീവപര്യന്തം, ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചവർക്ക് ഒരു 3-4 കൊല്ലം, 70 ലക്ഷം പലപ്പോഴായി വാങ്ങിച്ച പൾസർ ബാക്കി 80 ലക്ഷം വാങ്ങിയിരിക്കുമെന്നും DSP പറയുന്നു. എന്ത് വന്നാലും പൾസർ ബാക്കി 80 വാങ്ങിക്കുമെന്നാണ് പറയുന്നത്. ദിലീപിൻ്റെ കുടുംബം തകർത്തതിൻ്റെ പ്രതികാരം തന്നെയെന്ന് ഇദ്ദേഹം അടിച്ചു പറയുന്നു. നമുക്ക് പാർக்கலாம். ദിലീപിനെ വെള്ളപൂശാൻ ചെറിയൊരു പക്ഷം ശക്തമായി നിൽക്കുന്നുണ്ട്. അത് സാമ്പത്തികമാണ് എന്നാണ് മൊട്ട അരുണിൻ്റെ കണ്ടെത്തൽ. മൊട്ടയെ
നിന്നെപ്പോലെ അല്ല കേട്ടോ, എല്ലാവരും സാമ്പത്തികത്തിന് വേണ്ടി നടക്കുന്നവരൊന്നും അല്ല. ഞാൻ ദിലീപിനെ പരിചയമില്ലാത്ത കാലത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ വന്നത്. ഞാൻ ദിലീപിൻ്റെ ഒരു ചായ പോലും വാങ്ങിച്ച് കുടിച്ചിട്ടില്ല എന്ന് കരളുറപ്പോടെ പറയാം. പക്ഷേ നിന്നെപ്പോലുള്ളവൻ എന്തും കാശ് കൊടുത്താൽ എന്തും നേടാമെന്നുള്ള ബാച്ചുകളായതുകൊണ്ട് നിനക്ക് തോന്നും ദിലീപിന് വേണ്ടി സംസാരിക്കുന്നവരെല്ലാം കാശ് വാങ്ങിയിട്ട് മാസപ്പടി. ഈ രാഹുൽ ഈശ്വറൊക്കെ, നടൻ മഹേഷൊക്കെ, 2-3 പേരല്ലേ ഉള്ളൂ ഞങ്ങൾ, സജി നന്ദിലത്ത് പോലെ 3-4 പേരേ ഉള്ളൂ ദിലീപിന് വേണ്ടി സംസാരിച്ചു. ബാക്കി എല്ലാവരും അപ്പുറത്താണല്ലോ നിൽക്കുന്നത്, വീരശൂര പരാക്രമികളല്ല. ദിലീപ് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചവന്മാരെല്ലാം മറുവശത്തല്ലേ നിൽക്കണേ. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് 3-4 പേരേ ഉള്ളൂ. ഇതിലാരെങ്കിലും ഒരാൾ കാശ് വാങ്ങി, രാഹുൽ ഈശ്വർ കാശ് വാങ്ങിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. നടൻ മഹേഷ് അങ്ങനെ ചെയ്യുന്ന ആളാണ്. സജി നന്ദിയാട്ട് അങ്ങനെയുള്ള ആളാണ്. ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞ് അടയ്ക്കരുത് എൻ്റെ പൊന്നു മോട്ടെ. നീ മാത്രം പെർഫെക്റ്റ്, നിൻ്റെ പെർഫെക്ഷൻ ഒരുപാടുണ്ട് നിനക്ക്, അതിരുന്നോട്ടെ. അപ്പോൾ അയാൾ പറയുന്നത് ദിലീപിനെ വെള്ളപൂശാൻ ചെറിയൊരു പക്ഷം ശക്തമായി നിൽക്കുന്നു, അത് സാമ്പത്തികമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നീതിക്ക് വേണ്ടി പ്രകൃതി തുനിഞ്ഞിറങ്ങുന്ന അവസ്ഥയുണ്ട് അത്രേ. റോഷിപാലും നമ്മളും പല വഴികളിൽ പൾസറിനെ ബന്ധപ്പെട്ട് അയാൾ സഹകരിക്കാൻ തയ്യാറായില്ല. 1.5 കോടിക്ക് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ എടുത്ത പൾസർ എത്രമാത്രം ക്രൂരമായി പെരുമാറി എന്നുള്ള കഥ മലയാള മനോരമയിലെ കണ്ണീരാറ്റിലെ തോണി വായിക്കുന്നത് പോലെ മൊട്ട പറഞ്ഞ് ഫലിപ്പിക്കുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്തൊരു സഹോദര സ്നേഹമെന്നറിയാം. ഇതുപോലെ ഒരു മനുഷ്യസ്നേഹി അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്നേഹി മൊട്ട അരുണിനെ പോലെ വേറൊരാളില്ലാന്ന് തോന്നുന്നു. മൊട്ട 24-ലും റിപ്പോർട്ടറിലുമായി എത്ര കാലമായി ഈ കഥ അലക്കുന്നു. ഞാനിങ്ങനെ അലക്കുന്നതും ഇപ്പോൾ നടന്ന പോലുള്ള നാടകങ്ങൾ നടത്തുന്നതും എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടിയാണെന്ന് പറയാനുള്ള സത്യസന്ധത കൂടി മൊട്ട കാണിക്കണമായിരുന്നു. തൃശ്ശൂരിൽ നിന്നും ഗോവ വരെ കൊണ്ടുപോയ പൾസറിന് കാടും കടലും വിജനതയും ഒക്കെ കിലോമീറ്റർ ദൂരം എളുപ്പത്തിലുണ്ടായിരുന്നിട്ടും അതുപയോഗിക്കാതെ കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ 100 കണക്കിന് വാഹനങ്ങൾ തെക്കും വടക്കും ഓടുന്ന റോഡിൽ രാത്രി ഇത്രയും ഭീകരമായ ഒരു ദൃശ്യം പകർത്തിയതും ഓടുന്ന വണ്ടിയിൽ ലൈറ്റപ്പില്ലാതെ വണ്ടി നിർത്താതെ ചിത്രീകരിക്കാൻ പറ്റുന്ന ക്യാമറയുള്ള ഫോൺ സംഘടിപ്പിച്ചതും തൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിടുകയും ഒക്കെ ചെയ്ത പൾസർ സുനിൽ തീർച്ചയായിട്ടും ഒരു ദൈവപുത്രനാണ് എന്ന് ഞാൻ പറയാം. അത്ഭുത സൃഷ്ടികളുള്ള ദൈവപുത്രനാണെന്ന് പറയേണ്ടി വരും. ഇന്നും വർഷം 8 കഴിഞ്ഞിട്ടും ആ ഫോണും ഒറിജിനൽ സിമ്മും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ വലിയ മനസ്സിനെയും നമ്മൾ നമിക്കണം എന്ന് ഞാൻ പറയും. 2017 ഫെബ്രുവരി 17 നടിയോട് മോശമായി പെരുമാറുന്നു. ആമുഖമായി നടിയോട് ഇതൊരു കൊട്ടേഷനാണെന്നും ദിലീപ് 1.5 കോടിക്ക് തന്ന കൊട്ടേഷനാണെന്നും സഹകരിക്കണമെന്നും പൾസർ നടിയോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ അയാൾ പറയുന്നത്. താൻ എത്ര രൂപ വേണമെങ്കിലും തരാം, എന്നെ ഉപദ്രവിക്കരുതെന്ന് യുവനായിക പറഞ്ഞതായും പൾസർ പറയുന്നു. സംഭവം നടന്നു. 2 ദിവസം കഴിഞ്ഞ് മഞ്ജു വാര്യർ ഒരു നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്ത് സിനിമാക്കാർ ഒന്നിച്ചു കൂടിയ സ്ഥലത്ത് വെച്ചാണല്ലോ ആദ്യ വെടി പൊട്ടിച്ചത്. ഇതൊരു ഗൂഢാലോചനയാണ്. അപ്പോൾ പൾസർ അടക്കം 7 എണ്ണം അകത്ത് കിടക്കുകയാണ്. 5 മാസം കഴിഞ്ഞ് പൾസർ പറഞ്ഞതിൻ്റെ പേരിൽ ദിലീപ് ജൂലൈ മാസത്തിൽ അറസ്റ്റിലാവുന്നു. അതുവരെ എന്നല്ല, ഞാൻ ആരുടെയും പേര് പറയില്ല, പറഞ്ഞിട്ടില്ല, കുറ്റവാളികളെ പോലീസ് പിടിക്കട്ടെ എന്ന് മാന്യമായി പറഞ്ഞ ആളായിരുന്നു ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവനടി. ഫെബ്രുവരി 17 ദിലീപിൻ്റെ കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാവും യുവനടി ദിലീപിൻ്റെ പേര് പിറ്റേന്ന് തന്നെ പോലീസിനോട് പറയാത്തത്, അല്ലെങ്കിൽ PT തോമസ് കാണാമെന്നപ്പോൾ പറയാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വിഷയം ഞാനിവിടെ നിർത്തുന്നു. പെണ്ണുങ്ങളുടെ മാനം വിറ്റ് ജീവിക്കുന്നതും ആ മാനം വിറ്റ് ജീവിക്കുന്ന എംബോക്കിക്ക് ഒരു കാമുകയുണ്ട് എന്നതും ഈ കേസിലെ മറ്റൊരു വഴിത്തിരിവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഈ നാട്ടിൽ പൾസർ സുനിമാർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ. അല്ലാതെ നിയമത്തിനെ പേടിച്ച്, പോലീസിനെ പേടിച്ച് മാന്യമായി ജീവിക്കണമെന്ന് വിചാരിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയ നാടല്ല കേരളം. പൾസർ സുനിമാർക്ക് സുഖമായി ബാറ് കയറി അടിച്ചു പൊട്ടിച്ചും ക്യാമറയുടെ മുന്നിലിരുന്ന് എൻ്റെ കയ്യിൽ ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും ഉണ്ട്, ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പച്ചയ്ക്ക് പറയുന്ന, വിധി പറയുന്നതിന് മുമ്പ് തന്നെ ഞാനിതെല്ലാം ചെയ്തു എന്ന് ഓപ്പൺ ക്യാമറയുടെ മുന്നിൽ പറയുന്ന സുനിമാർക്ക് സുഖമായി ജീവിക്കാം. കാരണം അവർക്ക് പോലീസിൻ്റെയും ഭരിക്കുന്നവരുടെയും പിന്തുണ കിട്ടും. എന്നെപ്പോലുള്ളവന് മാത്രമേ ഉള്ളൂ കൊച്ചു കാര്യത്തിന് ഏതെങ്കിലും ഒരു നടിയുടെ പേര് പറഞ്ഞാൽ അവൾ കൊണ്ടുവന്നൊരു പേപ്പർ കൊടുത്താൽ അപ്പോൾ വാറണ്ടും കൊണ്ടുവരുന്ന നാടാണ് ഇവിടെ.
നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ, നമ്മൾ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ബഹുമാനം, ആ ബഹുമാനത്തിന് എനിക്ക് കിട്ടിയ പ്രതിഫലം എന്താ? പോക്സോ കേസിലെ പ്രതിയാണ്. നിങ്ങളാലോചിച്ച് നോക്കൂ. തെമ്മാടികളാണ് ഈ നാട്ടിൽ നന്നായി ജീവിക്കുന്നത്. ഞാനൊരു സംവിധായകൻ തെമ്മാടിത്തരം കാണിച്ചതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് എന്നെ എന്താ പറയുക പോക്സോ കേസിലെ പ്രതിയാക്കിയ നാടാണ്. പക്ഷേ അയാളെയാണ് ഭരിക്കുന്ന എൻ്റെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ കൊണ്ടു കിടക്കുന്നത്. എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ എല്ലാം ചെയ്തു കൊടുക്കും അയാൾക്ക്. കാരണം നീ ഒരു പെണ്ണുപിടിയനാണെങ്കിലും നിൻ്റെ അണ്ടർവെയറിൽ വരെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇടുന്നതുകൊണ്ട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി ഒരു കാര്യം ഓർക്കുക, ഭരണം മാറി നാളെ ഏതെങ്കിലും വേറൊരു മുന്നണി ഇവിടെ അധികാരത്തിൽ വന്നാൽ ഈ അണ്ടർവെയർ ഊരിക്കളയാൻ യാതൊരു മടിയുമില്ലാത്തവനാണ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷയം മാറിപ്പോയി. എന്തായാലും ഒറിജിനൽ സിമ്മും ഒറിജിനൽ ഫോണും എൻ്റെയിലുണ്ട് എന്ന് പറഞ്ഞ പൾസറിനെ സ്വതന്ത്രനായി വിട്ടുകൊണ്ട് ദിലീപിനെ കുരുക്കാൻ വീണ്ടും 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 ആലോചന നടത്തുന്ന ഈ നാട്ടിൽ ഇതും നടക്കും, ഇതിൻ്റെ അപ്പുറവും നടക്കും, മൊട്ട അരന്മാരുണ്ടെങ്കിൽ ആരെയും വെള്ളപൂശാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധീരമായ പത്രപ്രവർത്തനം ആലോചിച്ച് നോക്കിയേ. ഒരു പാർക്കിൽ ചെന്നിരുന്ന് അളിയനും കൂടെ സംസാരിക്കുന്ന ധീരമായ പത്രപ്രവർത്തനം പുസ്തകം എഴുതാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവനെ ചീറ്റ് ചെയ്ത്, പൾസറിനെ ചീറ്റ് ചെയ്ത് പുസ്തകം എഴുതാനാണെന്നും പറഞ്ഞ് അവൻ്റെ ഇന്ന് ഇതെല്ലാം രഹസ്യമായിട്ട് എടുത്തിട്ട് അതെടുത്ത് ചാനലിൽ ഒരു ദിവസം മുഴുവൻ വിപ്ലവം പോലെ നടത്തിയെങ്കിൽ പിറ്റേ ദിവസം പൾസർ അവനെ തട്ടൂലേ? ഇതല്ല, ഇത് പൾസർ അളിയനും റോഷിപാൽ അളിയനും കൂടി ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിലപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത് മൊട്ട അരുണും തന്നെ ആയിരിക്കും. ഇനി ഇതിൻ്റെ പേരിലൊന്നും എൻ്റെ പേര് കേസൊന്നും കൊടുക്കരുതേ. കൊടുത്താൽ ഞാൻ ചാനലിനെതിരെ ഡൽഹി വരെ പോകും. ഈ ചാനൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. അതേ എനിക്ക് ചെയ്യാൻ കഴിയും, അല്ല അതിനപ്പുറമൊന്നും പറ്റില്ല. കാരണം ഭരിക്കുന്നവരൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യില്ല. എന്തായാലും വളരെ മോശമായി പോയി നമ്മുടെ ഇവിടുത്തെ ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ എടുക്കുന്ന നിലപാടുകൾ വളരെ മോശമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എന്തായാലും 11-ാം തീയതി, നാളെയായിട്ടാണല്ലോ 11-ാം തീയതി, നാളെ കൊണ്ട് ഈ കേസിൻ്റെ ജാതകം തീരും. 2 മാസത്തിനുള്ളിൽ കോടതി അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ വിധി പറയും. നമുക്കതിലേക്കായി കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.